പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിൽ വരുന്ന എക്കണോമിക്സിന്റെ 10ാമത്തെ ചാപ്റ്ററാണ്. കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 60% പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് വൺ വേർഡാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കും. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഓക്കെ, മലയാളത്തിലെ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ പരമാവധി നമ്മൾ ആ 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ 1 മാർക്കിന് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. അഥവാ കിട്ടിയിൽ മാത്രം മലയാളത്തിൽ എഴുതുക. പിന്നെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് സോർട്ട് ഓഫ് കോറിലേഷൻ, ഏത് ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് വുഡ് ബി എക്സ്പെക്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കമ്പനി എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, അല്ലേ? കമ്പനിയുടെ ചെലവ് വരുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി. നമ്പർ ഓഫ് വർക്ക് റിലേറ്റഡ്, വർക്കുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് അവിടെ ഉണ്ടാകാം, അല്ലെ? വർക്കിൽ വരുന്ന മെഷീൻ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ വർക്കിൽ വരുന്ന ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ചെലവ് വരുന്നുണ്ട്. അവിടെ സേഫ്റ്റി കൊണ്ടുവരാനും മെഷീൻ റിപ്പയർ ചെയ്യാനൊക്കെ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു കോറിലേഷൻസ് ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ വരുന്ന കോറിലേഷൻസ് നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നെഗറ്റീവ് ആണ്. When R is negative, R number Karl-Pearson coefficient of correlation ആണ്. One variable increases in value, other variable decreases ആണ്. R നെഗറ്റീവ് ആണെങ്കിൽ, കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഒരു വാല്യൂ കൂടുമ്പോൾ മറ്റൊരു വാല്യൂ കുറയണം. അപ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ വേരിയബിൾ ഡിക്രീസസ് ആണ്. ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് കോറിലേഷൻസ് വരുന്നത്. അപ്പോൾ ആണ് നെഗറ്റീവ് വരുന്നത്. ഇനി മൂന്നാമത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ റേഞ്ച് ബിറ്റ്വീൻ ഡാഷ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസിന്റെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും? -1നും +1നും ഇടയിലായിരിക്കും. ഒരിക്കലും 1ന്റെ മേലെ പോകും. നാലാമത്, ഇഫ് ടു വേരിയബിൾ ആർ ആബ്സല്യൂട്ട്ലി ഇൻഡിപെൻഡന്റ്, രണ്ട് വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണ്. ഓഫ് ഈച്ച് അതർ ദ കോറിലേഷൻ ബിറ്റ്വീൻ മസ്റ്റ്, കോറിലേഷൻ അവിടെ എത്ര ആയിരിക്കും? രണ്ട് വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ പരസ്പരമുള്ള കോറിലേഷൻ 0 ആയിരിക്കും. അഞ്ചാമത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡാഷ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ cannot be larger than 1, ഒന്നിൽ കൂടുതൽ എന്നതാണ്. ആറാമത്, ഇഫ് ദ ഹൈറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആവറേജ് ഇയർലി. ഹൈറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഇയർലി ഇൻകം. വാട്ട് ഈസ് ദ പ്രെഡിക്റ്റഡ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ആണ്. ഹൈറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ്, പിന്നെ അതേപോലെ ആവറേജ് ഇൻകം. വാട്ട് ഈസ് ദ പ്രെഡിക്റ്റഡ് കോറിലേഷൻസ് ഓഫ് ടു വേരിയബിൾ എന്തായിരിക്കും എന്നതാണ്. 0 ആണ്. ഇതൊരിക്കലും നമുക്ക് ഹൈറ്റും ഇൻകവും തമ്മിൽ യോജിക്കാത്ത രണ്ട് വേരിയബിൾ ആണ്. ഹൈറ്റും വെയിറ്റും യോജിക്കും, എക്സ്പെൻഡിച്ചറും ഇൻകം യോജിക്കും, പക്ഷെ ഒരിക്കലും ഹൈറ്റും ഇൻകവും തമ്മിൽ യോജിക്കുന്നില്ല. അപ്പോൾ അവിടെ കോറിലേഷൻ 0 ആണ്. 0 കോറിലേഷൻ ഇല്ല. ഈ സ്റ്റുഡന്റ് പ്രൊഡ്യൂസ് എ കോറിലേഷൻ ഓഫ് +1. ഒരു സ്റ്റുഡൻസ് പ്രൊഡ്യൂസ് ചെയ്ത കോറിലേഷൻ +1.3 ആണ്. ദിസ് ഈസ് ആൻ ഇമ്പോസിബിൾ കോറിലേഷൻ. ഒരിക്കലും ആവും, കാരണം കോറിലേഷന്റെ മാക്സിമം വാല്യൂ +1 ആണ്. ഇത് +1നും കൂടുതലാണ്. +1നും കൂടുതലാണെങ്കിൽ അവിടെ ഒരു കോറിലേഷൻ ഇല്ല. അതൊരു നമുക്ക് അങ്ങനെ പറയുന്ന ഒരു ഇമ്പോസിബിൾ, നമുക്കത് സങ്കല്പിക്കാൻ പറ്റാത്ത കോറിലേഷൻ. എട്ടാമത്, വിച്ച് കോറിലേഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ടു, ഏത് കോറിലേഷൻ ആണ് സ്ട്രോങ്ങർ ആണ്? +0.66 ഓർ -0.70 എന്നുള്ളത്. അതിൽ ഏതാണ് നല്ല സ്ട്രോങ്? അതിന് സ്ട്രോങ് വരുന്നത് -0.70. അടുത്തത്, സിമ്പിൾ ഫോർ ദി KPCC. KPCCയുടെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ആൽഫ മോഡലുള്ള ലെറ്റർ. ഇതേ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Karl-Pearson coefficient ഉപയോഗിക്കുന്ന സിമ്പിൾ. ഓക്കെ, ഫോർ എ നോർമൽ ഗുഡ്സ്, ഒരു നോർമൽ ഗുഡ്സ് ആണെങ്കിൽ പ്രൈസ് ഇൻക്രീസസ്
പ്രൈസിങ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്. സാധാരണ നമ്മൾ പച്ചക്കറികളാണ്, അരി സാധനങ്ങളാണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. വാട്ട് ടൈപ്പ് ഓഫ് കോറിലേഷൻ? ഇവിടെ ഏത് കോറിലേഷൻ? നെഗറ്റീവ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ഇത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ട വൺ വേർഡുകൾ. ഇനിയും വരുന്നുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളുടെയും അതേപോലെ തന്നെ അഡ്മിഷൻ NUSന്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകളും അതേപോലെ തന്നെ അസൈൻമെന്റുകളും പ്രാക്ടിക്കൽ റെക്കോർഡുകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. ഗൾഫിലുള്ളവർക്ക് നാട്ടിലെ ലീവിന് വരുന്ന സമയത്തേക്ക് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ ബോർഡ് കീഴിൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഓൺലൈൻ +2 SSLC നമ്മൾ നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.